Hi friends, welcome back to the channel. അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആയിട്ട് നമ്മൾ എല്ലാവരെയും പോലെ തന്നെ ഒരു ടിക്ടോക്കിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ബക്കറ്റ് ചിക്കൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. സംഭവം എന്തായാലും നമുക്ക് സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടത് നമ്മൾ മൊത്തത്തിൽ കരിഞ്ഞു പോയത് നമ്മൾ കണ്ടത്. അവസാനം ചിക്കൻ ഇല്ല, എല്ല് മാത്രമേ ഉള്ളൂ, എല്ലും കമ്പും മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്തായാലും ചിക്കൻ കിട്ടില്ല. നമ്മുടെ കുബൂസ്. അപ്പം നമുക്ക് കുബൂസ് ഉണ്ട്, അതോടൊപ്പം തന്നെ മയോണൈസ്, പിന്നെ നമ്മുടെ മിൻ ചട്നി ഉണ്ട്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ കുബൂസും മയണൈസിനും ഡിപ്പ് ചെയ്ത് വെക്കാം. അടിപൊളി. ഇനി നമ്മുടെ ചിക്കൻ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ മിൻ ചട്നി ഡിപ്പ് ചെയ്ത് നമുക്ക് കഴിച്ചു നോക്കാം. സൂപ്പർ. അപ്പൊ നമ്മുടെ ബക്കറ്റ് ചിക്കൻ, കുബൂസ്, നമ്മുടെ മിൻ ചട്നി, മയോണൈസ്, സംഭവം എല്ലാം തയ്യാറാണ്. അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്ക് എന്താ പറയുക, ഗ്രിൽ ചിക്കൻ അല്ലെങ്കിൽ തന്തൂരി അങ്ങനത്തെ ടേസ്റ്റിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് നമുക്കിതിൽ ബക്കറ്റ് ചിക്കനിൽ കിട്ടുന്നത്. എന്തായാലും നമുക്ക് ഈസ്റ്റർ ആയിട്ട് ബക്കറ്റ് ചിക്കൻ കരിഞ്ഞു പോകാണ്ട് കഴിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ അതിന് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഈ ബക്കറ്റ് ചിക്കൻ നമ്മളെല്ലാവരും ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടുണ്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ കുബൂസ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക. തക്കാളി, സബോള, പിന്നെ നമ്മുടെ മല്ലിയില, പുതിനയില, അത് രണ്ട് ഇല ഐറ്റംസ്. പിന്നെ നമുക്ക് വേണ്ടത് ചതച്ച മുളകാണ്. കണ്ടത് നമ്മൾ ചതച്ച വറ്റൽ മുളകാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. നമ്മൾ ഉള്ളി, പിന്നെ നമുക്ക് ഉണ്ട് ബട്ടറുണ്ട്, പിന്നെ നമ്മുടെ നാരങ്ങയുണ്ട്. നമ്മൾ ബട്ടറാണ്, സോൾട്ട് ഇല്ലാത്ത ബട്ടർ. അപ്പോൾ നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇരിക്കുന്ന കൂട്ട്, അതായത് ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരുമിച്ച് അരച്ച് പേസ്റ്റാക്കി വെക്കണം. രണ്ടാകുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് നമ്മൾ പേസ്റ്റാക്കി വെക്കണം. നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചിക്കൻ നല്ല ലൈനിട്ട് കൊടുക്കാം. കാരണം നമ്മൾ മസാല അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഫ്ലഷിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ലൈൻസ് ഇട്ട് കൊടുക്കണം. ഒരു ഇച്ചിരി ഡീപ്പായിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതിന് മസാല ഒക്കെ നല്ല രീതിയിൽ നമ്മൾ ചിക്കനിൽ പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡീപ്പായിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുന്നത്. ലൈൻസ് ഡീപ്പാകുമ്പോഴത്തേനും നമ്മൾ ഫ്ലഷ് ഇങ്ങനെ പൊട്ടി വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെല്ലായിടവും ലൈൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലായിടവും ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് നമുക്ക് ചിക്കൻ മസാല ഒന്ന് മാരിനേറ്റ് ചെയ്യാനുള്ള ചിക്കൻ മാരിനേറ്റുള്ള മസാലയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അതിന് നമുക്ക് വേണ്ടിയിട്ട് ഒരു കോഴീൻ്റെ മുട്ട പൊട്ടിച്ച് കൊടുക്കാം. മാരിനേറ്റ് വെക്കുന്ന മിനിമം 2 hours വെക്കണം. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി ചതച്ച മുളക്, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇതിന് കരിയാനുള്ള ചാൻസ് ഇത്തിരി കൂടുതൽ ഉണ്ട് മല്ലിപ്പൊടിക്ക്. പിന്നെ നമ്മുടെ ചിക്കൻ മസാല. അപ്പോൾ ഇത് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, ഗരം മസാലയാണ് നമ്മൾ ചേർക്കുന്നത്. ഇപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാലയാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു ലേശം, വളരെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി. നമ്മൾ പെരിഞ്ചീരകം പൊടിച്ച് വെച്ചതാണ്. കുറച്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതാണ് ഇത്രയും, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്. ഇനി നമുക്ക് ഇടുന്ന ഒരു ഇച്ചിരി കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ഇതിന് വേണ്ടിയിട്ടുള്ള കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി. ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്.
പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കുന്ന നമ്മുടെ മസാലക്കൂട്ട്, അതായത് നമ്മൾ തക്കാളി, ഉള്ളി, പുതിനയിലേക്ക് അരച്ച് വെച്ച ആ കൂട്ട്. നമുക്ക് ഒരു പകുതി നാരങ്ങ, നല്ല നീരുള്ള നാരങ്ങയാണെന്നുണ്ടെങ്കിൽ പകുതി മതി, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മുഴുവൻ നാരങ്ങ പിഴിഞ്ഞെടുക്കാം. ഇതിപ്പോൾ നല്ല എന്താ പറയുക, നല്ല ജ്യൂസുള്ള നാരങ്ങയാണ്. അപ്പോൾ നമുക്ക് പകുതി നാരങ്ങ തന്നെ ധാരാളം മതിയാവും. അപ്പോൾ അതായിട്ടുണ്ട്. ഇനി നമ്മുടെ ചേർക്കുന്നത് തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് മുന്നേ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മസാലയൊക്കെ ചേർത്ത് ചിക്കൻ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതൊരു 2 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ നമ്മുടെ മസാലയും അതിൻ്റെ സ്പൈസസ് എല്ലാം നമ്മുടെ ചിക്കൻ്റെ മീറ്റിൽ നല്ല തിക്കായിട്ട് പിടിച്ചിരിക്കും. അതുപോലെ നമുക്ക് ഫ്ലഷിൽ തന്നെ ഇതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ആഡ് ചെയ്യേണ്ടത് ബട്ടറാണ്. ഇത് നമ്മൾ സോൾട്ട്ലെസ് ബട്ടറാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ സോൾട്ട് ഇല്ലാത്ത ബട്ടറാണ് നമുക്കിതിന് ഏറ്റവും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉപ്പും ചേർത്ത് ഇതിൻ്റെ ബട്ടറും കൂടെ ആകുമ്പോൾ അധികം ഉപ്പായി പോവും. അപ്പോൾ സോൾട്ട്ലെസ് ബട്ടർ മേടിച്ച് നമ്മൾ മിക്സ് ചെയ്യുക. ബട്ടർ ചേർക്കുമ്പോൾ നമ്മൾ മീറ്റ് കുറച്ചും കൂടെ, അതായത് ചിക്കൻ്റെ ഫ്ലഷ് കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് നമുക്കിങ്ങനെ എന്താ നല്ല സോഫ്റ്റായിട്ട് നമുക്കിങ്ങനെ വെന്ത് കിട്ടും. അതിനാണ് ബട്ടർ ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മസാല മിക്സിലേക്ക് നമ്മുടെ ചിക്കൻ വെച്ച് നല്ല രീതിയിൽ നമുക്ക് ചിക്കനെ നമ്മുടെ മസാല കൊണ്ടൊന്ന് പുളിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് ലൈൻസിൻ്റെ ഇടയിലൊക്കെ മസാല നല്ല രീതിയിൽ തേച്ച് അതിൻ്റെ കറക്റ്റ് ഗ്രൂവിൻ്റെ ഉള്ളിലൊക്കെ തേച്ചാലേ നമുക്ക് നല്ല രീതിയിൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വേകാത്ത പോലെ ഫീൽ ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ മസാലയൊക്കെ ഇങ്ങനെ ചിക്കനെ ഫുള്ള് കുളിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കനിൽ കംപ്ലീറ്റ് മസാല തേച്ച് വെച്ചേക്കണം, റെസ്റ്റിന് വെച്ചേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു മാക്സിമം 2 hours മിനിമം നമ്മൾ വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ചിക്കൻ റെസ്റ്റിന് വയ്ക്കാം. അപ്പോൾ ഇനി നമ്മൾ വെക്കുന്നത് കുബൂസാണ്. ചിക്കൻ റെസ്റ്റിന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുബൂസിന് നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് മൈദ മാവാണ് നമ്മൾ ചേർക്കുന്നത്. 1 ഗ്ലാസ്, നമ്മൾ ഈ ഒരു കാണുന്ന ഗ്ലാസ്സിൽ 1 ഗ്ലാസ് മൈദ. ആ സെയിം ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. ഗോതമ്പ് പൊടി നമുക്ക് ആ സെയിം മൈദ എടുത്ത് സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് നമുക്ക് 1/2 ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈസ്റ്റും പഞ്ചസാരയും കൂടെ നമ്മൾ ചെറിയ ലൂക്ക് വാം വാട്ടറിൽ നമ്മളൊന്ന് കുതിർത്തി കലക്കി വെക്കുക. അത് നമുക്ക് നേരത്തെ ചെയ്ത് മാറ്റി വീട്ടിൽ കാണിക്കുന്നില്ല, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളത് കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ് നേരത്തെ നമ്മൾ കലക്കി വെച്ചിരുന്ന ഈസ്റ്റ്. ഇനി നമുക്ക് വേണ്ടത് ഓയിൽ. ഞാൻ ഒലിവ് ഓയിൽ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ബാക്കി നമുക്ക് സൺഫ്ലവർ ഓയിലോ ബാക്കി എന്തെങ്കിലും നമുക്ക് ചേർക്കാം. ഒലിവ് ഓയിലാണ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഓയിലും നമ്മുടെ ബാറ്ററെല്ലാം ഡ്രൈ മാവെല്ലാം കൂടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഇടയ്ക്ക് നമുക്ക് ഈസ്റ്റിൻ്റെ നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും കലക്കി വെച്ചേക്കുന്ന വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി, ഓവറായി പോകരുത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തിയിലൊക്കെ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നോക്കണേ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ബ്രേക്ക് കൊടുത്ത് നമുക്ക് പാൽപ്പൊടി ചേർത്ത് ഈ മിക്സിലേക്ക് നമുക്ക് മാവ് മിക്സായി വന്നതിന് ശേഷം നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ എവരിഡേയുടെ അമൂലിൻ്റെ ഏതിൻ്റെങ്കിലും മിൽക്ക് പൗഡർ. അപ്പോൾ നമുക്ക് മാവ് മിക്സ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നനഞ്ഞ ക്ലോത്ത് ഉപയോഗിച്ച് അടച്ച് വയ്ക്കാം. അതിന് മുമ്പേ നമുക്ക് ഇച്ചിരി ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് വെക്കണം. കാരണം എന്ന് വെച്ചാൽ മാവ് നമ്മൾ ഈ ഡൗ ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ഓയിൽ അപ്ലൈ ചെയ്ത് നമ്മൾ അടച്ച് വെക്കുക. നനഞ്ഞ തുണി കൊണ്ട് അടച്ച് വെക്കുക. അതൊരു 2 മണിക്കൂറെങ്കിലും ഇരിക്കുമ്പോഴത്തേനും മാവ് നല്ല രീതിയിൽ ഇങ്ങനെ പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വരും. എന്നിട്ടാണ് നമുക്ക് കുബൂസ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടച്ച് വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചിക്കൻ ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ ചുട്ടെടുക്കൊണ്ട് കുഴിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇത് വയണയുടെ കമ്പാണ് നമ്മൾ വെച്ചേക്കുന്നത്. നമ്മളെ തിരളിയപ്പത്തിൻ്റെ അതിൻ്റെ കമ്പാണ് വെച്ചേക്കുന്നത്. ആ മരത്തിൻ്റെ കമ്പാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ടിഷ്യൂ പേപ്പർ ഒന്ന് ചുറ്റിയെടുക്കാം. ഇതിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ ചുറ്റേണ്ട കാര്യമില്ല. എന്നാലും ടിഷ്യൂ പേപ്പർ ചുറ്റുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ
എന്താ പറയുക ഹൈജീനിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പറിന് ചുറ്റി ഇത് കവർ ചെയ്ത് കമ്പിൽ. ഇനി നമുക്ക് വേണ്ടത് വാഴയില. അത് നമുക്ക് കമ്പിൻ്റെ ചുറ്റും ഇതേപോലെ 4 സൈഡിലും നമുക്ക് വെച്ച് കൊടുക്കാം. അത് നമുക്ക് ഇച്ചിരി കീറിയ വാഴയില എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, 2-3 വെച്ച് അടുപ്പിച്ച് വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ട 4 സൈഡിലേക്ക് നമുക്ക് ടിൻ ഫോയിൽ കവർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ നമുക്ക് 4 സൈഡിലും വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 സൈഡിലും അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തു. ഇതാണ് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് 2 മണിക്കൂർ റെസ്റ്റിന് വെച്ചേക്ക് നമ്മുടെ ചിക്കൻ. കണ്ടോ, കംപ്ലീറ്റ് നമ്മൾ മസാല അതിൻ്റെ ഗ്രൂവിനിടയിൽ നല്ല തിക്കായിട്ട് ഫില്ലായിരിപ്പുണ്ട്. ഇനി നമുക്കത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. പോട്ടെ. ഓക്കെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 കാലും ഒന്ന് കെട്ടി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ ബൈക്കിലിരിക്കുമ്പോൾ 2 കാലം അപ്പുറം ഇപ്പുറമായിട്ടിരിക്കും. ഇതാകുമ്പോൾ അടങ്ങി ഒതുങ്ങിയിരിക്കും. നമുക്ക് കാലൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ അലുമിനിയം സ്ട്രിപ്പ് വെച്ചാണ് കെട്ടുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വെച്ച് കമ്പി വെച്ച് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ എന്തായാലും ഇവിടെ ഇട്ട് പോകണ്ട. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ ബക്കറ്റ് ഉപയോഗിച്ച്, ഞാൻ ബക്കറ്റിൽ നമ്മുടെ ഓയിലൊക്കെ വരുന്ന ക്യാനാണ് എടുത്തേക്കുന്നത്. ഓയിലൊക്കെ വരുന്ന ക്യാനാണ് കുറച്ചും കൂടെ നല്ലത് ബക്കറ്റിനേക്കാളും. അപ്പോൾ ഇത് നമുക്ക് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും, പ്രൊഫഷണൽ സ്റ്റോറിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് വെച്ച് ഒന്ന് കവർ ചെയ്ത് ഇതേപോലെ ടിൻ ഫോയിൽ നമ്മൾ 4 രീതിയിലും 4 സൈഡിലൊന്ന് ഫോൾഡ് ചെയ്ത് മടക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിനും അകത്ത് ഇങ്ങനെ തീരെ ഫ്ലെയിം കയറാതിരിക്കാൻ ഇങ്ങനെ നമ്മൾ മടക്കി വെക്കുന്നത്. ഇനി ഒരു കല്ല് വെച്ച് കൊടുക്കുക. അപ്പോഴത്തേനും എന്താ പറയുക ചൂട് കുറച്ചും കൂടെ അകത്ത് തന്നെ നമുക്ക് നിൽക്കും. ഇങ്ങനെ അടിയിൽ കൂടെ ഡിസ്പോസ് ഇട്ട് പോകാതെ, അല്ലെങ്കിൽ നമ്മൾ തീ കത്തിക്കുമ്പോൾ തന്നെ ടിന്ന് അനങ്ങി പോകാതെയും ഒരു കല്ല് വെയിറ്റിന് വെച്ച് കൊടുക്കുക, നന്നായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെയുള്ള ഓലയോ മടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്കൊന്ന് കത്തിച്ച് കൊടുക്കാം. പ്രത്യേകിച്ച് വിറകിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കങ്ങനെ കത്തിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തീയൊക്കെ ഒന്ന് അണഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഏകദേശം ഞാനൊരു 10 മിനിറ്റ്സ് ആണ് മാക്സിമം നമ്മൾ കത്തിച്ചേക്കുന്നത്. കുറച്ച് തീ കുറച്ച് കത്തിച്ചാൽ മതി, ഒരുപാട് ഓവറായിട്ട് കത്തിക്കേണ്ട. അപ്പോൾ നമുക്കിനി ആ ബക്കറ്റ് ഇത് മാറ്റി നോക്കാം. എന്താണെന്ന് അറിയില്ല. നമ്മുടെ ചിക്കൻ എന്തായാലും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചിക്കനായിട്ട് തന്നെ കിട്ടിയ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കരുതി കമ്പ് മാത്രമേ കാണത്തുള്ളൂ എന്ന് കരുതി. കണ്ടോ, അപ്പോൾ നമ്മുടെ ചിക്കൻ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് കമ്പെന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ കമ്പെടുത്ത് മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ചൂടുണ്ടാകും കമ്പിൽ. കുറച്ച് ടിൻ ഫോയിൽ നമ്മൾ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ ചുറ്റിക്കൊണ്ട് നല്ല ചൂടുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് തണുത്തിട്ടെടുക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ഗ്ലൗസ് എന്തെങ്കിലും ഇട്ട് എടുക്കുന്ന, കിച്ചൺ ഗ്ലൗസോ അങ്ങനെ എന്തെങ്കിലും മൈക്രോ ഓവനിൽ ഇടുന്ന ഗ്ലൗസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് അതൊക്കെ ഊരി എടുത്താൽ മതി. ധൃതി കാണിക്കരുത് ഈ ഒരു സംഭവത്തിൽ. എന്താ സ്മെല്ല് അടിച്ചിട്ട് ഇരിക്കാനും പറ്റുന്നില്ല. കണ്ടോ, പൊളിച്ച്. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് ഗാർണിഷ് ചെയ്ത് നമുക്ക് സെർവിങ് ടേബിളിൽ വെക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുബൂസിൻ്റെ മാവ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ അടച്ച് വെച്ചതാണ്, ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഓരോരോ ബോൾസ് ആക്കുക. നമ്മൾ ചപ്പാത്തിയുടെ കളവിനുള്ള ബോൾസ് മതി. നമുക്ക് ഇച്ചിരി വലുതായാലും കുഴപ്പമൊന്നുമില്ല, വീട്ടിലേക്ക് ആവശ്യത്തില്ല, അല്ലാണ്ട് നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിന് വിൽക്കാനൊന്നുമല്ലല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അത് മൈദേൻ്റെ പൊടി ഇട്ടിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. റൗണ്ട് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ എന്ത് വേണം ഷേപ്പിൽ നമുക്ക് പരത്താം. വീട്ടിൽ പരത്തുന്നതല്ല, നമ്മുടെ ഹോം മെയ്ഡല്ലേ, റെസ്റ്റോറൻറ്റ് മെയ്ഡല്ലല്ലോ. പക്ഷേ നമുക്ക് റെസ്റ്റോറൻറ്റ് അത് സെയിം ടേസ്റ്റ് കിട്ടും നമ്മളിങ്ങനെ ചെയ്താൽ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഒന്ന് നമ്മുടെ കുബൂസൊക്കെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. കറക്റ്റ് റൗണ്ട് ഷേപ്പ് വരെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ ഈ പരത്തി കഴിഞ്ഞാൽ മിനിമം ഒരു 10 മിനിറ്റെങ്കിലും കുബൂസ് ഒന്ന് ഇട്ടതിന് ശേഷം മാത്രമേ നമ്മളൊന്ന് ചുട്ടെടുക്കാൻ പാടുള്ളൂ. മിനിമം ഒരു 10 മിനിറ്റെങ്കിലും വെച്ചേക്കണം പരത്തി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഞാനൊരു പരത്തി ഒരു 10 മിനിറ്റ് നമ്മുടെ കുബൂസ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ പാനിലിട്ട് മുരിച്ചെടുക്കുന്നത്. കാരണം നമ്മൾ ഓയിൽ ഉപയോഗിക്കത്തില്ല ഇതിന്. നമുക്ക് ടവൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ എൻ്റെ ടവലില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മളെ ടേണർ വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ചപ്പാത്തി മോഡലിൽ ചുട്ടെടുക്കുന്നതേ ഉള്ളൂ. നല്ല പൊങ്ങി വരും, നമുക്ക് പൊള്ളിച്ച് വരും നമ്മളെ കുബൂസ്.
കണ്ടോ നല്ല രീതിയിൽ പൊള്ളിച്ച് വരും. കണ്ടോ നല്ല നല്ല പൊള്ളി ഇങ്ങനെ അകത്ത് നമുക്കൊരു പോക്കറ്റ് ഷേപ്പിലാണ്. നമ്മൾ സാധാരണ കുബൂസ് വെച്ചിങ്ങനെ രണ്ടായിട്ട് ടയർ ചെയ്ത് നോക്കുമ്പോൾ അതൊരു പോക്കറ്റ് ഷേപ്പിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കി എൻ്റെ ഒരു 10ഓളം കുബൂസ് ഉണ്ട്. അപ്പം നമുക്കതെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കുബൂസ് എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ നമ്മുടെ ബക്കറ്റ് ചിക്കൻ, നമ്മുടെ കുബൂസ്, മയോണൈസ്, നമ്മുടെ മിൻ ചട്നി എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോകാതെ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ സംഭവമൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ കമൻറ്റ്സ് ഞങ്ങൾ അറിയിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത്രയും പറഞ്ഞ് നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.